ഇല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു പെയിൻറ്റിങ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സിമ്പിൾ അക്ലിക് പെയിൻറ്റിങ് ആണ്, വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സമയങ്ങളായത് വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇത് ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ് പോലത്തെ ഒരു പേപ്പറാണ്, കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. ഇതെന്തോ ഒരു പാക്കേജിങ്ങിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു തേയിലയുടെ പാക്കേജിങ്ങിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അമ്മ എനിക്ക് തന്നു, ഇതിൽ പെയിൻറ്റ് ചെയ്തോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ആദ്യം നമ്മളതിൽ ബ്ലൂ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ബേസ് കോട്ടായിട്ട്. പിന്നെ അതിൻ്റെ പുറത്തേക്ക് നമ്മളൊരു ഫേസ് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. എന്നത്തെയും പോലെ ഇതും ഒരു ഫ്രീ ഹാൻഡ് ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അതായത് സുഹൃത്തുക്കളെ, ഞാൻ എന്താണ് വരയ്ക്കാൻ പോകുന്നതെന്ന് തന്നെ അറിയില്ല. ഇതെന്തെങ്കിലുമൊക്കെ വരച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വെറുതെ ഇരുന്ന സമയത്ത് വരച്ചു തുടങ്ങിയാണ്. ഒരുപാട് നാൾ മുമ്പ് വരച്ച് തുടങ്ങിയതാണ്. ഇപ്പോഴാണ് അതൊന്ന് ഫിനിഷ് ചെയ്യാൻ എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യമേ ഞാനൊരു ലൈറ്റ് സ്കിൻ ടോൺ എടുത്തതിന് ശേഷം അത് പെയിൻറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി ഡാർക്ക് സ്കിൻ ടോണിൽ ചെയ്യാമെന്ന്. അങ്ങനെ അത് ഡാർക്കാക്കി എടുത്തു. പിന്നീട് കുറച്ച് ഡീറ്റെയിലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കുന്ന ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. ഇതിന് മുമ്പ് ചില പെയിൻറ്റിങ്ങിലൊക്കെ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ ബോഡിയുടെ ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം പിന്നെ വേണ്ടടുത്ത്, ഇപ്പോൾ ഡാർക്ക് ഏരിയാസ് വേണ്ടടുത്തെല്ലാം ആ ഡീറ്റെയിലിംഗ് എല്ലാം ഡാർക്ക് ടോൺ വെച്ച് കൊടുക്കും. കണ്ണിൻ്റെ ഷേപ്പെല്ലാം വരച്ചു കൊടുക്കും. പിന്നെ നോസിൻ്റെ അവിടെയും അതുപോലെ കണ്ണിൻ്റെ താഴെ, പിന്നെ കണ്ണിൻ്റെ മുകളിലായിട്ടുള്ള ഭാഗം, അങ്ങനെ കുറേ ഭാഗത്ത് നമുക്ക് ഡാർക്കായിട്ട് വരുന്ന അവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിടും. നമുക്ക് ഇത് ഫ്രീ ഹാൻഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ആദ്യമേ ഔട്ട്ലൈൻ ഒന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ആർട്ട് സ്റ്റുഡൻ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാ ഡീറ്റെയിലിങ്ങും പറഞ്ഞു തരാൻ അറിയില്ല. ഞാനൊരു ആർട്ട് പഠിച്ചിട്ടില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ മെത്തേഡ് വളരെ വ്യത്യസ്തമാണ്, വളരെ മെസ്സിയാണ്. ഒരിക്കലും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ശൈലി അല്ല എനിക്ക്. ഞാനത് പഠിക്കാനും ശ്രമിച്ചിട്ടില്ല ആ സയൻറ്റിഫിക് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കത് എത്രത്തോളം ഞാൻ ചെയ്യുന്ന രീതി ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ സയൻറ്റിഫിക്കായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത്. ഞാൻ അൺസയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും എനിക്ക് തോന്നിയ പോലെ വളരെ മെസ്സിയായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും എനിക്ക് ആ ഒരു മെത്തേഡ് നിങ്ങളിലേക്ക് എത്രത്തോളം പറഞ്ഞു തരാൻ പറ്റും, അതിന് അർഹതയുണ്ട് എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊരു ട്യൂട്ടോറിയൽ മോഡലിൽ ചെയ്യണമില്ല കേട്ടോ. ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണോ, ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ആർട്ട് ചെയ്തു, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. മിക്കവാറും ഞാൻ പെയിൻറ്റിങ് എല്ലാം ഷോർട്ടായിട്ടാണ് ഇടാറ്. അപ്പോൾ എനിക്കിപ്പോൾ ഷോർട്ട് വീഡിയോസ് ചെയ്ത് ഇപ്പോൾ ലോങ് വീഡിയോസ് വളരെ കുറവാണ്. അത് പോരാണ്ട് ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡോൾസ് അങ്ങനെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒന്നും ഉണങ്ങുന്നില്ല, ക്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെയിൻറ്റിങ് കൂടെ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഫേസ് എല്ലാം ഇതുപോലെ വരച്ചു, അതുപോലെ ഹെയർ എല്ലാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ലേഡി ഒരു പഴയ മോഡലിൽ, നമ്മൾ പണ്ടത്തെ ചരിത്ര കഥകൾ, അതുപോലെ പുരാണ കഥകൾ ഒക്കെ സിനിമയാക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ ഒരു അറ്റയറിലൊക്കെ ലേഡീസിനെ കാണാറുണ്ട്. മേ ബി റോയൽറ്റി ആയിട്ട്, അല്ലെങ്കിൽ റോയൽ ഫാമിലിയിലെ ലേഡീസ്, അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള ഫിക്ഷണലായിട്ടുള്ള പല കഥാപാത്രങ്ങളും ഉണ്ടാവും. ഞാൻ പല പഴയ മൂവീസൊക്കെ ഇപ്പോൾ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള ഒത്തിരി മൂവീസൊക്കെ ചിലപ്പോഴൊക്കെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വെക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിക്ചറൊക്കെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ ചിത്രകഥകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ട് ചിത്രകഥകൾ കാണുമ്പോഴും അതിലൊക്കെ കണ്ടിട്ടുള്ള അറ്റയറാണ് ഞാനിവിടെ ഒരു ഇൻസ്പിറേഷനായിട്ട് എടുത്തിട്ടുള്ളത്. സോ അങ്ങനെയുള്ള ഒരു ലേഡിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരു ഓൾഡ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പക്ഷേ പണ്ടത്തെ രാജകുമാരിമാരുടെയൊക്കെ ഒരു ഗെറ്റപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഈ ഒരു ഇത്തവണത്തെ ഈ ഒരു സ്കിൻ ടോൺ മിക്സിങ്ങും പെയിൻറ്റിങ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തു തോന്നുന്നുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഡാർക്ക് സ്കിൻ ടോണ് കുറച്ച് എനിക്ക് അത്രയ്ക്കങ്ങോട്ട് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. ഇത്തവണ നമ്മൾ ഓർണമെൻ്റൊക്കെ കുറച്ചുകൂടെ പേൾ ബേസ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് കൂടുതൽ കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു എടുത്ത് നിൽക്കുന്നത് തോന്നി. അതുകൊണ്ട് കണ്ണിന് നമ്മൾ ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് വേണ്ട ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ അത് തെളിച്ചൊക്കെ കൊടുത്തിട്ട് കണ്ണ് കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളൊരു പൊട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അതും കുറച്ചും കൂടെ ഒരു പഴയ രീതിയിലുള്ള സ്റ്റൈലിലാണ് വരയ്ക്കുന്നത്. പിന്നെ മൂക്കുത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വൈറ്റ് വെച്ച് ചെയ്തതിന് ശേഷം ഞാനിവിടെ
ഗോൾഡ് വെച്ചിട്ട് എൻഹാൻസ് ചെയ്യാൻ നോക്കുകയാണ്. കുറച്ച് ഗോൾഡ് ടച്ചും കൂടെ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോഴാണ് ഗോൾഡ് മാത്രം കൊടുത്തപ്പോൾ അത് തെളിഞ്ഞ് നിൽക്കണില്ല. അപ്പം ഞാൻ പിന്നെ യെല്ലോ വെച്ചിട്ട് അതിൻ്റെ താഴെ ഒരു വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഗോൾഡ് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ യെല്ലോ തന്നെ മതി ശരിക്കും പറഞ്ഞാൽ, എന്നാലും ഞാൻ ഗോൾഡ് അക്രിലിക്കും കൂടെ വെച്ചിട്ട് ഞാനൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. ഇതൊരു വലിയൊരു എന്താ പറയുക, ഭയങ്കരമായിട്ട് പെയിൻറ്റ് ചെയ്യണ ഒരാളുടെ ഒരു പെയിൻറ്റിങ് പോലെ നിങ്ങൾ കരുതണ്ട കേട്ടോ. ഒരു അമേച്ചറായിട്ടുള്ള ഒരു കുട്ടി പെയിൻറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ കരുതിയാൽ മതി. അത്രയ്ക്ക് വലിയ സംഭവം ഒന്നല്ലെന്നേ. എനിക്ക് തോന്നി ഞാനൊരു പെയിൻറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മളെ ഡോൾസും സ്കൾപ്ചേഴ്സും ഇതുപോലെയുള്ള ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പെയിൻറ്റിങ്സൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!